നമസ്കാരം ടീച്ചർമാരെ. ഇന്ന് 3 സെപ്റ്റംബറാണ്. ഇന്ന് നമ്മൾ പോഷൺ മാഹോത്സവത്തോട് അനുബന്ധിച്ച് വിറ്റാമിൻസിനെ പരിചയപ്പെടുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ തീംസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി അയച്ചിട്ടുണ്ടല്ലോ. ഈ തീംസൊക്കെയാണ് നമ്മൾ പോഷൺ ഡാറ്റ എൻട്രി വരുത്തേണ്ടത്. ഈ ഓരോ തീമിനനുസരിച്ചാണ് കറക്റ്റായിട്ട് പോഷൺ നമ്മൾ ജനാന്തോളം ഡാഷ്ബോർഡിൽ എൻട്രി വരുത്തേണ്ടത്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നല്ല സെപ്റ്റംബർ 3 തൊട്ടിട്ട് സെപ്റ്റംബർ 11 വരെ പോഷൻ ബി പഠായി ബി എന്ന സന്ദേശത്തെ ആസ്പദമാക്കിയിട്ട് കുട്ടികൾക്ക് അതേപോലെ രക്ഷിതാക്കൾക്കും വിറ്റാമിൻസിനെ പറ്റി ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുകയാണ്. അവരുടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് നിന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും പഴങ്ങളും പച്ചക്കറികളോ കൊണ്ടുവരുമ്പോൾ അതിൽ എന്താണ് വിറ്റാമിൻസ് അടങ്ങിയത്, അങ്ങനത്തെ കാര്യങ്ങൾ പറയുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വിറ്റാമിൻ സി ആണ്, വിറ്റാമിൻ സി കൂടുതലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ആ ഫലങ്ങളെ പറ്റിയും പറയുക. അതിനുശേഷം ഈ വിറ്റാമിൻ പരിചയപ്പെടുത്തിയിട്ട് അവർക്ക് ഈ പോഷകസമൃദ്ധമായ ഭക്ഷണം കൊടുത്തിട്ട് അത് ഉയർത്തിപ്പിടിച്ചിട്ട് ഐ ആം എ വിറ്റാമിൻ ഗേൾ ഓർ വിറ്റാമിൻ ബോയ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വിറ്റാമിൻ്റെ പ്രതിജ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. ഈ ഫോട്ടോ ജനന്തോളം ഡാഷ്ബോർഡിൽ നമ്മൾ എൻട്രി ചെയ്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യാം. എങ്ങനെ നോക്കി നോക്കാം. അഭിയാൻ്റെ ജനന്തോളം ഡാഷ്ബോർഡിൽ കയറും. ഇവിടെ കണ്ടോ ഒരു 3 വര, അവിടെ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എൻട്രി എന്ന് കാണാം. ഇവിടെ താഴെ കണ്ടോ, അവിടെ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ പേജിലേക്ക് പോകും. ഓൾറെഡി ലോഗിൻ ചെയ്ത് സേവ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ നമ്മൾ നേരിട്ട് കയറും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്യുക. അതേപോലെ നമ്മൾക്ക് ഇന്ന് സെലക്ട് ചെയ്യേണ്ട തീം എന്ന് പറഞ്ഞാൽ പോഷൻ ബി പഠായി ബി ആണ്. അത് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പും അതേപോലെ ഓർഗനൈസേഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ലെവൽ അംഗൻവാടി സെൻറ്റർ വൈസ് ആണ്. അപ്പോൾ അംഗൻവാടി സെൻറ്റർ കൊടുക്കുക. പിന്നെ നിങ്ങൾ നടത്തുന്ന ഓരോ പരിപാടിയും നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് തീം സെലക്ട് ചെയ്യുക. അതനുസരിച്ച് അംഗൻവാടി സെൻറ്റർ ലെവലിലുള്ള അംഗൻവാടി സെൻറ്റർ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അംഗൻവാടി സെൻറ്റർ സെലക്ട് ചെയ്യുക. ഈ ഓരോ എൻട്രി നിങ്ങൾ എൻട്രി ചെയ്തായിട്ട് കണക്ക് ചെയ്യുക. ഏതൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് നടത്താം. ഇന്ന് തൊട്ടിട്ട് നമ്മൾ ഇതാണ് ചെയ്യുന്നത് വെച്ചാൽ ഈ പ്രോഗ്രാം കറക്റ്റായിട്ട് എൻട്രി വരുത്തുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ലെവൽ അംഗൻവാടി സെൻറ്റർ സെലക്ട് ചെയ്തു. ഇനി അംഗൻവാടി സെൻറ്ററിൻ്റെ പേര് അത് സെലക്ട് ചെയ്യുക. WC അമർത്തുക. അപ്പോൾ എന്നിട്ട് വരുന്ന നമ്മൾ ഏതാണോ കൊടുക്കുന്നത് ആ കറക്റ്റ് സെൻറ്റർ കൊടുക്കുക. അത് കറക്റ്റായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തീം ഓൾറെഡി അടിച്ചുല്ലോ. എന്നത് നമ്മൾ തീം ഓൾറെഡി അടിച്ചിട്ടുണ്ട്. പോഷൻ ബി പഠായി ബി. ഇവിടെ സെൻറ്റർ സെലക്ട് ചെയ്യുക കേട്ടോ. സെൻറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് തെറ്റാതെ കറക്റ്റ് സെൻറ്റർ നിങ്ങളുടെ സെൻറ്ററിനെ സെലക്ട് ചെയ്യുക. വേറെ സെൻറ്ററിൽ അടിക്കരുത്. കറക്റ്റ് നിങ്ങളുടെ സെൻറ്ററിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ആക്ടിവിറ്റി ഉണ്ടാവും. ആക്ടിവിറ്റിയിൽ നമ്മളിന്ന് സെലക്ട് ചെയ്യേണ്ടത് പ്രീ സ്കൂൾ റീഡ്നെസ് ആക്ടിവിറ്റി അറ്റ് അംഗൻവാടി സെൻറ്റർ സെലിബ്രേറ്റിംഗ് കമ്മിങ് ഓഫ് ഏജ് ഗെറ്റിംഗ് റെഡി ഫോർ പ്രീ സ്കൂൾ അറ്റ് AWC. ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കറക്റ്റായി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫ്രം ഡേറ്റ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രം ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് 3 അല്ലേ, അപ്പോൾ 3 കൊടുക്കുക. സെറ്റ് ചെയ്യുക. അതേപോലെ 2 ഡേറ്റിലും ആ സെയിം ഡേറ്റ് കൊടുക്കുക. ഇതിന് ശേഷം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞാണ് പുരുഷന്മാർ, അതേപോലെ സ്ത്രീകൾ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അഡോളസൻ ഗേൾസ് ആരൊക്കെയാണുള്ളത് ആ എണ്ണം കറക്റ്റായിട്ട് തെറ്റില്ലാതെ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതൊക്കെയാണോ ആദ്യം പുരുഷന്മാരായിരിക്കും, പിന്നെ സ്ത്രീകൾ, പിന്നെ അത് കഴിഞ്ഞാൽ താഴെ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, അഡോളസൻ ഗേൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഓരോരുത്തരുടെ എണ്ണം നമ്മുടെ അവിടെ എത്ര പേരാണ് പങ്കെടുത്തത് ആ പങ്കെടുത്ത എണ്ണം തന്നെ കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എത്ര പേരാണ് പങ്കെടുത്ത എണ്ണം തെറ്റാതെ കറക്റ്റായിട്ട് കൊടുക്കുക. നമുക്ക് ഏറ്റവും താഴെ ആ പങ്കെടുത്ത ആൾക്കാരുടെ ടോട്ടൽ, ഇനി ആരും പങ്കെടുത്തിട്ടില്ല 0 എന്ന് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്തത് ബ്രോസ് ഫയലാണ്. അവിടെ നമുക്ക് ഏതാണോ ഫോട്ടോ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തതിന് അറ്റാച്ച് ആയിക്കോളും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന് 2 MB മാക്സിമം സൈസ് പറ്റുള്ളൂ. 2 MB അല്ലാത്തത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ അല്ലാത്തൊരു കുറേ പേര് പറഞ്ഞ് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കുന്നത് ശരിക്കും നിർബന്ധമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ എല്ലാം കറക്റ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി അടിച്ചു കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. ഇത് നമ്മൾ അടുത്ത ഐ ആം വിറ്റാമിൻ പ്രോഗ്രാം അല്ലേ, അപ്പോൾ ഐ ആം എ വിറ്റാമിൻ പ്രോഗ്രാം തന്നെ അടിച്ചാൽ മതി. അത് അടിച്ചിട്ട് നിങ്ങളുടെ സെൻറ്റർ നമ്പറും കൊടുക്കുക. ഇത് കറക്റ്റായിട്ട് വിറ്റാമിൻ അടിച്ചു കൊടുത്തിട്ട് അംഗൻവാടി സെൻറ്റർ നമ്പർ എത്രയാണോ അത് അടിച്ചു കൊടുക്കുക. ചിലർ പറഞ്ഞിരുന്നു ഇൻവാലിഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇൻവാലിഡ് ഡാറ്റ എന്ന് വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു കൊടുത്തതിന് നമുക്ക് ഇപ്പോൾ നോക്കിക്കോളൂ. ഇത് ഞാൻ അടിച്ചു, എന്നിട്ട് ഇപ്പോൾ സബ്മിറ്റ് കൊടുത്തതുണ്ടോ ഇൻവാലിഡ് ഡാറ്റ എൻ്റേഡ്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ എടുത്ത് കളയല്ല വേണ്ടത്. കാരണം നമ്മൾ ഓൾറെഡി അടിച്ചതിനും കളയണം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോക്കുക. അത് ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതിൽ അലോ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇൻവാലിഡ് ഡാറ്റ എൻ്റേഡ് എന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാറ്റി ഇന്ന് നമ്മൾ ഐഫ് ഇട്ടു. ഇതും സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ്. ഇതും നമുക്ക് കൊടുക്കുന്ന സമയത്ത് കണ്ടോ ഇൻവാലിഡ് ഡാറ്റ എൻ്റേഡ് തന്നെ വരിക. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് കുത്ത് കുഴപ്പമില്ല, ഡോട്ട് കുഴപ്പമില്ല, അല്ലാതെ കൊടുക്കുന്നതിനൊക്കെ അങ്ങനത്തെ ഇഷ്യൂ വരുന്നത്. ഇത് മാറ്റിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ കൊടുക്കാൻ പോകുന്നു, സബ്മിറ്റ് കൊടുത്തു, സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഒരിക്കലും കളയില്ല, നമ്മൾ ആ തിരുത്തിയിട്ട്, അതായത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് മാത്രമേ പ്രശ്നമുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എൻട്രി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.